ഇറാൻ ആണവായുധം നിർമ്മിക്കുമോ എന്നും അത് പ്രയോഗിക്കുമോ എന്നുമുള്ള ആശങ്കയിലാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചത്. ഇസ്രയേലിനെ അതിശക്തമായി തന്നെ ഇറാൻ തിരിച്ചടിക്കുകയും ഇതിന് മറുപടിയായി ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ US തകർക്കുകയും ചെയ്തതോടെ സംഘർഷം ഇരട്ടിച്ചു. പിന്നീട് ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസ് ആക്രമിച്ചുകൊണ്ട് ഇറാൻ ശക്തി കാട്ടി. എന്നാൽ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റിയാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും. ഇതിന് തയ്യാറെന്നറിയിച്ചിരിക്കുകയാണ് ഇറാൻ. എന്നാൽ ഇതിനും വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകൾ പറയുന്നതിനിടയിലും ഇസ്രയേലിനെയും USനെയും പരിഹസിക്കുകയാണ് ഇറാൻ. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്രയേൽ ഡാഡിയുടെ അടുക്കിലേക്ക് ഓടുകയല്ലാതെ വഴിയുണ്ടായിരുന്നില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് സംഭവിക്കുമായിരുന്ന നീചവും അപമാനകരവുമായ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് താനാണെന്ന ട്രംപിന്റെ അവകാശവാദമാണ് ഇറാനെ ചൊടിപ്പിച്ചത്. അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പരമോന്നത നേതാവിനെ കുറിച്ചുള്ള ഇത്തരം സംസാരങ്ങൾ നിർത്തണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ട്രംപിനെ ഡാഡി എന്ന് വിശേഷിപ്പിച്ചാണ് ഇറാന്റെ പരിഹാസം. തങ്ങളുടെ മിസൈൽ വർഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്രയേലിന് ഡാഡിയുടെ പക്കലേക്ക് ഓടുകയല്ലാതെ വഴിയില്ലായിരുന്നുവെന്ന് അരാക്ചി പരിഹസിച്ചു. സമാധാന ഉടമ്പടി വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവിനെ ബഹുമാനിക്കണം. ദശലക്ഷക്കണക്കിന് ആളുകൾ ബഹുമാനത്തോടെ കാണുന്ന അദ്ദേഹത്തെക്കുറിച്ച് മോശം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഇറാനും USും അടുത്തയാഴ്ച തന്നെ ആണവ ചർച്ചകൾ നടത്തുമെന്ന് ട്രംപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ഇനി അത് സാധ്യമാകുമോ എന്നത് സംശയകരമാണ്. USുമായി ആദ്യം ഒരു കരാറിൽ എത്തുകയാണെങ്കിൽ ടെഹ്റാൻ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ആഗോളതലത്തിൽ കയറ്റുമതി ചെയ്യുന്നതും ഊർജ്ജ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കുന്നതും പരിഗണിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ പറഞ്ഞിരുന്നു. ഒരു പുതിയ കരാർ ഒപ്പുവെച്ചാൽ തങ്ങളുടെ 60% സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാനും 20% ഇറാനിയൻ പ്രദേശത്തിന് പുറത്തേക്ക് മാറ്റാനും തങ്ങൾ തയ്യാറാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അമീർ സയ്യിദ് ഇറവാനിയാണ് വിശദീകരിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ അനാദരിക്കുന്നത് തുടർന്നാൽ USുമായുള്ള ആണവ ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് ഇറവാനി ഇക്കാര്യം പറഞ്ഞത്. എന്നിരുന്നാലും റിയാക്ടർ ഇന്ധനമായോ ആണവായുധങ്ങളിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് ഇത് കൂടുതൽ സംസ്കരണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇറാന്റെ സമ്പുഷ്ട യുറേനിയം രാജ്യങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന മറ്റൊരു ഓപ്ഷൻ IAEA മുദ്രയ്ക്ക് കീഴിലായിരിക്കുമെന്നും എന്നാൽ അത് ചർച്ചകളുടെ പുരോഗതി ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം ഇറാൻ ഇതിനകം തന്നെ ആണവ നിരീക്ഷണ സംഘടനയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെച്ച ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്.